ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ഫുട്ബോളിൽ കരുത്തരായ അർജന്റീനയ്ക്ക് തോൽവി. ആവേശവും നാടകീയതയും നിറഞ്ഞ മത്സരത്തിൽ മൊറോക്കോയാണ് മുൻ സ്വർണ്ണ ജേതാക്കളെ അട്ടിമറിച്ചത്. 2-2 സമനിലയിൽ കലാശിച്ച മത്സരം സമനില ഗോൾ ഓഫ് സൈഡാണെന്ന് 1 മണിക്കൂറിനു ശേഷം വിധിച്ചതോടെയാണ് അർജന്റീനയുടെ തോൽവി. ദിവ്യ ജോസഫ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദിവ്യ, എങ്ങനെ വിലയിരുത്താം ഇന്നത്തെ അർജന്റീനയുടെ ഈ ഒരു മത്സരത്തെ? കളിക്കിടെ പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായി എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അമൃത, കോപ്പ അമേരിക്കയുടെ പകിട്ടോടെ എത്തിയ അർജന്റീനയ്ക്ക് പക്ഷേ ഫ്രഞ്ച് ആരാധകർ അത്ര നല്ല വരവേൽപ്പല്ല നൽകിയത്. ഇന്ന് മൊറോക്കോയുമായി കളിക്കാനിറങ്ങിയ സമയം മുതൽ ഫ്രഞ്ച് ഒരു വിഭാഗം ആരാധകർ അർജന്റീനൻ താരങ്ങൾക്ക് നേരെ മോശം പരാമർശങ്ങൾ നടത്തുന്നു, അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലൊക്കെ നടന്നിരുന്നു. ഈ മത്സരത്തിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചതും ആരാധകരുടെ ഭാഗത്തു നിന്ന് അത്ര നല്ലൊരു പ്രതികരണമല്ല ഉണ്ടായിരുന്നത്. ഒരു സമയത്ത് മൊറോക്കോയുടെ താരം ഗോൾ അടിച്ചപ്പോൾ പോലും ആ സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയും കൂടി കണ്ടിരുന്നു. അതായത് അത്രയധികം ഈ അർജന്റീനയെ എതിർക്കുന്ന ഒരു വിഭാഗം ആരാധകർ ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കോപ്പ അമേരിക്ക ഫൈനലിന് ശേഷം ഫ്രഞ്ച് താരങ്ങൾക്ക് നേരെ നടത്തിയ വംശീയ അധിക്ഷേപം, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെ ഇപ്പോഴും കത്തി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിലേക്ക് തന്നെ, പാരീസിൽ തന്നെ അർജന്റീനൻ താരങ്ങൾ ഒളിമ്പിക്സ് ഫുട്ബോൾ കളിക്കാൻ എത്തിയിരിക്കുന്നത്. ഇത് തീർച്ചയായും ആരാധകരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരാധകർ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത്തെ ഗോൾ അർജന്റീന നേടിയതിനു ശേഷം, അതായത് ഇഞ്ചുറി ടൈം എന്ന് പറയുന്നത്, ആ മത്സരത്തിന്റെ ഇഞ്ചുറി ടൈം എന്ന് പറയുന്നത് 16 മിനിറ്റ് ആയിരുന്നു. ആ ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിലായിരുന്നു അർജന്റീന സമനില ഗോൾ നേടിയത്. ആ സമനില ഗോൾ നേടിയതിന് പിന്നാലെ ആരാധകർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയും വളരെയധികം മോശമായി പെരുമാറുകയും ചെയ്തു. താരങ്ങൾക്ക് നേരെ പടക്കമെറിയുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. അപ്പോൾ തന്നെ മത്സരം നിർത്തിവെക്കുകയായിരുന്നു റഫറിമാർ ചെയ്തത്. പിന്നീട് ഈ ആരാധകരെ എല്ലാം പുറത്താക്കിയതിനു ശേഷം വീണ്ടും ഒരു 3 മിനിറ്റ് മത്സരം തുടർന്നു. അപ്പോൾ നടത്തിയ ഒരു വാർ പരിശോധനയിലാണ് ഈ അർജന്റീനയുടെ രണ്ടാമത്തെ ഗോൾ ഓഫ് സൈഡ് ആണെന്ന് കാണുകയും അങ്ങനെ ഈ മത്സരം 2-1 വിജയിച്ചതായി, മൊറോക്കോ വിജയിച്ചതായി റഫറി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ശരി, ദിവ്യ ജോസഫാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.